താണ്ടി തമിഴ്നാട്ടിലേക്ക് പോയ ഒരു കൂട്ടം ബോയ്സ് ആണ് എന്നോടൊപ്പം ഉള്ളത്. ഈ ബോയ്സ് എന്ന വാക്ക് കേട്ടപ്പോ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും ഞാൻ ആരെ കുറിച്ചാണ് പറയുന്നതെന്ന്. മറ്റാരുമല്ല, കേരളം ഏറ്റെടുത്ത നമ്മുടെ സ്വന്തം മഞ്ഞുമ്മൽ ബോയ്സ്. ഞാൻ ഇവരെ കാണാൻ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വരുമ്പോ നമ്മൾ ആ സിനിമ കണ്ടുള്ള എഫക്റ്റ് ആണല്ലോ. അപ്പൊ കുറച്ച് വിഷമത്തില് ഇവരോട് ചേട്ടാ എങ്ങനെയാണ് കുഴിയിൽ വീണ ഇപ്പോൾ ഉള്ള ഒരു അനുഭവം, ചേട്ടാ എങ്ങനെയാണ് ഇവരെ രക്ഷിച്ചതെന്നൊക്കെ ചോദിക്കാൻ കുറച്ച് വിഷമത്തിൽ വന്നപ്പോ ഇവരങ്ങനെ ഒന്നുമല്ല, ഒരേ പൊള്ളി വൈബാണ്. നമ്മൾ ആ സിനിമയിൽ കാണുന്ന അതേ വൈബ് തന്നെയാണ് ഇവർക്കും. അപ്പൊ നമുക്ക് ഇവരോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. കേരളത്തില് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ നടത്തുന്നവർ ആരാന്ന് ചോദിച്ചാൽ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയും. അത് ശരിയാണ്. ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ, ഏറ്റവും കൂടുതൽ ഇനോഗ്രേഷൻ, ഏറ്റവും കൂടുതൽ സ്ഥലത്ത് ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകുന്നത് ഞങ്ങളായിരിക്കും. ഇപ്പൊ കുറച്ച് നാളത്തേക്ക് അല്ലെ, കുറച്ച് നാളത്തേക്ക് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഇങ്ങനെ സ്റ്റാർ ആവുകയാണ്. നിങ്ങളുടെ പഴയ ആ സമയത്ത് പല ചാനലുകളും എടുത്ത ഇന്റർവ്യൂസും സ്റ്റോറീസും ന്യൂസും എല്ലാം ഇപ്പൊ വൈറലാകുകയാണ്. ഒപ്പം നിങ്ങളും എന്ത് തോന്നുന്നു ഇത്രയും കാലം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ? അത് എന്റെ കൂട്ടുകാര്, കുട്ടനും എന്റെ കൂട്ടുകാരൊക്കെ ചെയ്ത ഒരു ആത്മാർത്ഥമായ ഒരു പ്രയത്നത്തിന്റെ ഫലമാണ്. അവരന്ന് അതിനെ പേടിക്കാതെ ആ സന്ദർഭത്തിനെ അതിയുക്തിപരമായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അന്ന് അവർക്ക് എല്ലാവർക്കും വേണ്ടത്ര രീതിയിലുള്ള അനുമോദനങ്ങൾ കിട്ടാത്തത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് അത് കിട്ടിയത് കിട്ടണം. അത് എത്ര വർഷം കഴിഞ്ഞാലും ചെയ്ത ഒരു ഇതിനുള്ള ഒരു അനുമോദനങ്ങൾ അവർക്ക് അത് കിട്ടുമെന്നുള്ളതിന് തെളിവാണ്. അത് അതിന്റെ കൂട്ടുകാർക്ക് അത് അവകാശപ്പെട്ടാണ് അവർക്ക് അത് കിട്ടണം. അല്ല, അതിന്റെ ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ആ ടീമിനാണ്. അതായത് ഈ ഫിലിം ചെയ്ത ടീമിന് അവർ അതേ ഇന്റൻസിറ്റിയിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ച് അതിന് ചിതുവിനും ഫുൾ ടീമിനും നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യണം. കാരണം അവര് ആ ഒരു രീതിയിലാണ് അവര് നമ്മുടെ അടുത്ത് വന്നപ്പോൾ അവർ പറഞ്ഞത് ഇതിനകത്ത് കുട്ടന്റെ ഹീറോയിസം കാണിക്കാനൊന്നുമല്ല, നമ്മളുടെ ആ ഇമോഷനാണ് ആൾക്കാർക്ക് കാണിക്കേണ്ടത്. അന്ന് ഞങ്ങൾ അനുഭവിച്ച കാര്യം അതെങ്ങനെയാണെന്നത് അത് അവര് പറഞ്ഞത് അതിന്റെ ഒരു 10% അവർക്ക് സ്ക്രീനിൽ കാണിച്ചാൽ മതിയായിരുന്നു, അതെങ്കിലും കാണിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നാണ് അവരാദ്യം പറഞ്ഞത്. പടം കണ്ടു കഴിഞ്ഞ് ഫസ്റ്റ് ഷോ കഴിഞ്ഞ് സൗബിക്കയും സിദ്ധുവും ആദ്യം ഞങ്ങളുടെ അടുത്ത് ചോദിച്ചത് നിങ്ങൾ ഹാപ്പി ആണോ എന്നാണ് ചോദിച്ചത്. അപ്പൊ അത് ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. അവരുടെ ഒരു എഫേർട്ടിന്റെ ഒരു ഇതും കൂടിയാണ് ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. ഈ എന്താ പറയാ ഈ ഒരു സന്തോഷം. പിന്നെ ഞങ്ങളിത് അന്ന് വന്നു കഴിഞ്ഞിട്ട് ആളുകളോടൊക്കെ പറഞ്ഞായിരുന്നു ഇങ്ങനെ സുഭാഷ് കുഴിയിൽ വീണ്. അപ്പൊ ആർക്കും അത്ര കാര്യമായിട്ട് കുഴിയിലല്ലേ അങ്ങനെ ആരും അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ആൾക്കാർക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ എല്ലാരും നമ്മളോട് ഭയങ്കര സ്നേഹം, ബഹുമാനമൊക്കെ വന്നത്. അന്ന് ഒന്നും കിട്ടിയില്ല. നമ്മുടെ ആ കുഴിയിൽ വീണ സുഭാഷ് ഏട്ടൻ അത് ഒരു ക്ലീശേ ചോദ്യമാണ്, എല്ലാവരും ചോദിച്ചു. എന്നാലും എന്റെ ഒരു അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, ആ ഗുഹയിൽ വീണ ആ ഒരു മൊമെന്റില് എന്തായിരുന്നു തോന്നിയത്? അപ്പൊ തന്നെ ബോധം പോയി, പിന്നൊന്നും തോന്നിയില്ല. അപ്പൊ തന്നെ ബോധം പോയി. പിന്നെ നമുക്ക് ഓർക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാണണം. കണ്ണ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഇരുട്ട്, ഒന്നും കാണാൻ പറ്റൂല. പിന്നെ വവ്വാലിന്റെ ശബ്ദമൊക്കെയാണ് കേൾക്കണത്. നമ്മ മരിച്ചു പോയിട്ട് മറ്റേതൊരു ലോകത്തിരിക്കുന്ന ഫീലിംഗ് ആണ്. ടൂറ് പോയത് മറന്നുപോയി, അതിൻ്റെ അകത്ത് വീണത് മറന്നുപോയി, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ എന്തോ മരിച്ചു പോയിട്ട് മറ്റേതൊരു നരകത്തിലല്ലേ, വേറൊരു ലോകത്തിലിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ആ സമയത്ത് സിക്സന്റെ ഫീലിംഗ് ഇങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, ബോധം വന്ന്. പക്ഷെ അതങ്ങട് നമ്മുടെ സംഭവത്തിലേക്ക് അങ്ങോട്ട് വരുന്നില്ല. ഭാഷേ എന്നും പറഞ്ഞു പിന്നെ സൗണ്ട് അറിയില്ല, പയ്യെ സംസാരിക്കാൻ അറിയാൻ പാടാത്ത ആളാണ് സിക്സൻ. അത് പണ്ടും അതെ ഇപ്പോഴും അതെ, എപ്പോഴും ആയിരിക്കും, അങ്ങനെ തന്നെ ആയിരിക്കും. അത് അവനാണെങ്കിൽ അവന്റെ ശബ്ദം മാത്രമേ കേൾക്കണുള്ളൂ. ഇതിങ്ങനെ ബ്രെയിനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും നമ്മുടെ ഇതിലേക്ക് ഫീഡാവുന്നില്ല. പക്ഷെ എപ്പോഴോ അവൻ വിളിച്ചൊരു വിളി എന്റെ ഹൃദയത്തിൽ തട്ടി. അതിലാണ് എനിക്ക് ആ ഒരു വൈബ്രേഷൻ കിട്ടിയത്. അപ്പൊ ഞാൻ എന്തോ ഞരങ്ങണൊച്ചേ അങ്ങനെ എന്തോ ഒരു മൂളക്കം പോലെ എന്തോ ഒരു ശബ്ദം മുകളിലേക്ക് ഇട്ടുകൊടുത്തത്. മൊത്തം എനിക്ക് തോന്നുന്ന കാര്യങ്ങളല്ല, ഇവരും കൂടി പറഞ്ഞു വന്നേക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരങ്ങളായിട്ട് പറയുന്നത്. ഒരു ഈശ്വര വിശ്വാസി ആയിരുന്നില്ലേ അപ്പൊ? അല്ല, തുടക്കത്തില് ഇല്ലില്ല, ഈശ്വര വിശ്വാസി ആയിരുന്നില്ല. ആരെങ്കിലും ദൈവത്തിനെയൊക്കെ കുറിച്ച് ചോദിക്കുമ്പോ സിനിമയിൽ ചോദിച്ച പോലെ എന്താണ് മച്ചാനെ ദൈവം, മറ്റേ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്മ പഠിച്ചത്, ഇതൊക്കെ എടുത്തിട്ട് പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മ അതിനെ കുറിച്ച് പറയുന്നില്ല. ആരെയും മറ്റേ ഒരു തോപ്പിക്കാനുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു.
പക്ഷെ നമ്മ ടൂറൊക്കെ പോകുമ്പോഴും എല്ലാവരുടെ വിശ്വാസവും പ്രകാരം നമ്മൾ പള്ളിയിലും മെഴുകുതിരി അമ്പലത്തിൽ അത് ഇട്ടിട്ടേ പോകും. അത് എന്നെ പോലെ എല്ലാവരുടെയും വിശ്വാസങ്ങൾക്കും ഒരു ഇത് കൊടുത്തേക്കണേ. പക്ഷെ ഞാൻ ഈശ്വര വിശ്വാസി അന്നായിരുന്നില്ല. പക്ഷെ ഞാൻ ആ കുഴിയിൽ കിടക്കുമ്പോ സുധീഷ് ഇപ്പൊ പുറത്തോട്ട് പോയേക്കണാണ് വരും. ചന്ദനക്കുറിയൊക്കെ തൊട്ട ഒരു ക്യാരക്ടർ ദീപക്കിന്റെ അതെ ആ സാധനം. പുള്ളി ഭയങ്കര വിശ്വാസിയാണ്. പുള്ളി എല്ലാ വർഷവും ശബരിമലക്കും പഴനിക്കും അങ്ങനെ വിശ്വാസങ്ങളൊക്കെ ഉള്ള മനുഷ്യൻ. ഞാൻ അതിന്റെ അകത്ത് കിടക്കുന്ന സമയത്ത് പുള്ളി എന്നെ ശബരിമലക്ക് കൊണ്ടുപോവാ, ജീവനോടെ തിരിച്ചു കിട്ടിയാൽ മതി എന്നെ ശബരിമലക്ക് കൊണ്ടുപോവാ എന്നൊരു നേർച്ച ചേർന്ന്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ വേറെ അടുത്ത നേർച്ച, അവരെ ജീവനോടെ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴനി കൊണ്ടുപോയി തലമുട്ട അടിക്കുക എന്ന് പറഞ്ഞ് നേർന്നത്. അപ്പത്തേക്ക് ഒരു 4 മണിക്കൂറായപ്പോഴത്തേക്കും പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഇതൊക്കെ ഞാൻ വന്നു. അതിനുശേഷം ശബരിമലക്ക് പോയി, പഴനി പോയി തലമുട്ടയടിച്ച് അത് അപ്പൊ ഇവര് ദാനം തന്നാണ് എന്റെ ജീവിതം. പിന്നെ നമ്മ അവരെ നിഷേധിച്ച് ജീവിക്കണ്ടല്ലോ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇനി കേറാൻ വൈകിയെച്ചെങ്കിൽ അയാൾ ഇവിടെ തൊട്ട് കാശ്മീർ വരെയുള്ള നേരത്തെ നേർന്നേരെ. അതും സത്യമാണ്. ഇവിടുന്ന് പഴനി വരെ എത്തിയുള്ളൂ അയാള് ശബരിമലയിൽ നിന്ന്. എപ്പോഴാണ് നിങ്ങളുടെ ഒരു സൗഹൃദം തുടങ്ങുന്നത്? എപ്പോഴായിരുന്നു സൗഹൃദം തുടങ്ങാന്ന് വെച്ചാൽ ഞങ്ങൾ നമ്മുടെ സ്വന്തം കുട്ടേട്ടൻ പറഞ്ഞോ. ഞങ്ങൾ ജനിച്ച് ഞങ്ങൾ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പോൾ പഠിക്കോ ഇത് പറഞ്ഞ പോലെ ഒരു പഠിക്കാൻ തുടങ്ങിയ കാലത്ത് 1ാം ക്ലാസ് 2ാം ക്ലാസ് തൊട്ട് ഉള്ള പരിചയമാണ് ഞങ്ങൾ. അപ്പോൾ അന്ന് തൊട്ടുള്ള സൗഹൃദമാണ്. പിന്നെ ഒരുമാതിരി ഇതായി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഓരോ ക്ലബ്ബുകളൊക്കെ തുടങ്ങി. ആദ്യം യുവദർശന എന്നൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അതിലൊരു 40 ഓരോ അംഗങ്ങളുണ്ടായിരുന്നു. ദർശന. അത് കഴിഞ്ഞ് അത് ചെറുതായിട്ടൊന്ന് മാറി യുവദർശനയായി. അതിലും ഈ പറഞ്ഞ കുറേ ആളുകളുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അത് വീണ്ടും ഒന്ന് ചെറുതായി ഞങ്ങളിപ്പോ UA ആയിട്ട് മാറി. ഇപ്പൊ ക്ലബ്ബല്ല, ഒരു സംഘടനയാണത്. സംഘടനയായിട്ട് മാറി. ഇപ്പോഴും എല്ലാവരും ഒരുമിച്ചുണ്ട് ഞങ്ങളെല്ലാവരും. ഈ ഒരു സംഭവത്തെ ഈ ഒരു സമയത്ത് കൂട്ടുകാരൻ കുഴിയിലേക്ക് വീണു, ആ സമയത്ത് അവിടത്തെ ഉള്ള സഹായങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ തുടക്കത്തിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ? അവിടെ ഇവിടെ ആരും തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങളെ അവിടെ നിന്ന് പറഞ്ഞയക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷെ ആ ഒരു ഞാൻ ഇറങ്ങാം, നിങ്ങൾക്ക് ആർക്കും പറ്റില്ലെങ്കിൽ ഞാൻ ഇറങ്ങും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എപ്പോഴായിരിക്കും? അത് എത്തിയതല്ല, ശരിക്കും എത്തിപ്പെട്ടതാണ് ആ ഒരു അവസ്ഥയിലേക്ക്. കാരണം കുറെ നേരമായിട്ടും ഇവര് ഒന്നും ചെയ്യാണ്ടിരിക്കാൻ തോറും നമുക്ക് ആ ഒരു ആദ്യം എന്താ പറയാ, അവനെ രക്ഷിക്കണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അത് അങ്ങോട്ട് വളർന്നു അതിലൂടെ എത്തിപ്പെട്ടതാണ്. ഒന്നും നോക്കിയില്ല. അപ്പൊ നമ്മുടെ ജീവിതമോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരേതാ ഒന്നും തോന്നിയില്ല. അപ്പൊ എങ്ങനെയും അവനെ രക്ഷിക്കണം എന്നുള്ളതിൽ ഞാൻ ഇറങ്ങിക്കൊള്ളാന്ന് പറയാറുന്നവര്. പിന്നെ എന്റെ കൂടെ എന്റെ കൂട്ടുകാർ കട്ടൊക്കെ ഉണ്ടായിരുന്നു എന്തിനും. അപ്പൊ അതുകൊണ്ട് ഒരു പേടിയെന്ന് പറയുന്ന സാധനം ഒന്നും ഉണ്ടായി ആ സമയത്ത് ഉണ്ടായില്ല. അതോടൊപ്പം ഈ കയറ് തീർന്നു പോയില്ലേ? ആ സമയത്ത് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞല്ലോ കയറ് തീർന്നു പോയത്. ആ സമയത്ത് ആ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ, എനിക്കൊന്നൊരു 20 മിനിറ്റോളം അങ്ങനെ നിന്നിട്ടുണ്ടാവും. ആ സമയത്ത് എന്താ തോന്നിയത്? ആ സമയത്താണ് ഞാൻ ആദ്യം ടോർച്ച് കഴുത്തിൽ ടോർച്ച് കെട്ടിയാണ് ഞാൻ ഇറങ്ങിയത്. അപ്പൊ ആ സമയത്താണ് ഞാൻ ആദ്യം ടോർച്ച് എടുത്ത് എല്ലായിടത്തോടും അടിച്ചു നോക്കണത്. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ വവ്വലും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത്. ആ സമയത്ത് ചെറിയ പേടി വന്നായിരുന്നു. പിന്നെ ഇവനെ കാണാനും പറ്റില്ല. ഇത്ര അടിയിലോട്ട് ഇറങ്ങി ചെന്ന് ഇവനെ കാണാൻ പറ്റില്ല. പിന്നെ സൗണ്ട് കേൾക്കാം നമുക്ക്, പക്ഷെ ഇവനെ കാണാൻ പറ്റില്ല. ആ സമയത്ത് ചെറിയ പേടിയൊക്കെ വന്നു. ദൈവങ്ങളെയൊക്കെ വീണ്ടും വിളിച്ച് എന്താ ദൈവങ്ങളുടെ ശക്തി കൊണ്ട് പിന്നെ കൂട്ടുകാരെ എല്ലാവരും പ്രാർത്ഥനയും കൊണ്ട് കുഴപ്പമില്ല അവനെ രക്ഷിച്ചുകൊണ്ടിരാൻ പറ്റും. ഫസ്റ്റ് സുഭാഷ് ചേട്ടനെ കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷാണോ ഒരു സമാധാനമാണ്? എങ്കിൽ പോലും ആ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? സുഭാഷ് ചേട്ടൻ ഓർമ്മയില്ല, എങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ? ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ലോകം കീഴടക്കിയ ഒരവസ്ഥ. അതായത് ഇപ്പൊ ഫുട്ബോൾ കളിക്കുന്നവരാണെങ്കിൽ വേൾഡ് കപ്പ് അടിച്ച അവസ്ഥ എന്ന് പറയാലോ എന്ന് പറഞ്ഞൊരു അവസ്ഥയായിരുന്നു. ശരിക്കും അവന്റെ ജീവിതം മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരും ജീവിതം തിരിച്ചു കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു അവസ്ഥ വളരെ സന്തോഷമായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് ആ സന്തോഷം. കൂട്ടത്തിൽ മൂത്തത് കൂട്ടേട്ടൻ തന്നെയാണോ? കൂട്ടത്തിൽ മൂത്തന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഏകദേശം ഓരോ പ്രായം തന്നെയാണ്. മാസങ്ങൾ ഞങ്ങൾ 6 പേര് ഏകദേശം ഒരേ പ്രായമാണ്. 7 പേര് സെയിം പ്രായമാണ്. പിന്നെ ബാക്കിയൊക്കെ അനിയന്മാരാണ് ഞങ്ങളുടെ. ഇത് ശരിക്കും നിങ്ങള് ശരിക്കും ആ സിനിമ കാണുന്ന പോലെ അടി തന്നെയാണോ? വെറുതെ ഇപ്പോഴും അടി പിടിച്ച് അപ്പുറത്ത് മാറി വെറുതെ പറഞ്ഞ ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരാണ്. നല്ല ഒന്നും പറയാനില്ല. അവസാന നിമിഷത്തിൽ തന്നെയാണോ ട്രിപ്പിൽ കയറി കൂടിയത്? അതങ്ങനെ തന്നെയാണ്. അവനെ കയറിയിരുന്നപ്പോ ഞാൻ കയറിയ മാറാൻ പറഞ്ഞ് ഞാൻ കയറിയിരുന്നു. ശരിയാണ്. അവന് മൈക്കിൽ ആവശ്യം ഉണ്ടായില്ല. പറയുന്നുണ്ട്.
അങ്ങനെ തന്നെയാണോ? ഒച്ച കൂടുതലുള്ള ഒരാൾ തന്നെയാണ്. ഞാൻ പണ്ടേ അങ്ങനെയാണ്. വീട്ടിലായാലും നമ്മ എല്ലായിടത്തും ഞാൻ അങ്ങനെ തന്നെയാണ്. സംസാരമൊക്കെ ഇച്ചിരി സൗണ്ടിൽ സംസാരിക്കുള്ളൂ. അപ്പൊ എന്താ പറയാ, നമ്മളാ സംസാരം കൊണ്ട് നമ്മള് ആ ശബ്ദം ഉള്ളതുകൊണ്ട് കേൾക്കാൻ പറ്റി. ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ സൗണ്ടിന് ഞാനാണ് അയ്യോ സംസാരിക്കണം. അതിപ്പോ ഇവന്റെ വീട്ടിൽ പോയാലും ഇപ്പൊ എന്റെ വീട്ടിൽ വന്നാലും സുഭാഷ് പറയും നിനക്കൊന്നും മിണ്ടാൻ പതുക്കെ സംസാരിക്കാൻ പാടില്ലേ. അപ്പൊ ഞാൻ പറയും ഞാൻ എന്റെ വീട്ടിൽ പതുക്കെ സംസാരിക്കുന്ന എന്തിനാ? എന്റെ വീട്ടിൽ വന്നാലും സുഭാഷ് പറയും നിനക്ക് പതുക്കെ സംസാരിക്കാൻ പാടില്ലേ. അത് എന്റെ വീട്ടില് ഞാൻ സംസാരിക്കും. അവ എത്ര ഇടക്ക് ഇപ്പഴും പറയും പതുക്കെ സംസാരിക്കാൻ പാടില്ല. പതുക്കെ സംസാരിക്കാൻ പണ്ടേ അറിയാൻ പാടില്ല, മനസ്സിലായ? ഇപ്പഴും അങ്ങനെ തന്നെയാണ്. അതായത് നമ്മുടെ ഒരു സൗണ്ട് കൊണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരനെ ഞങ്ങൾ അത്രയും ആ ഒരു ഇതിന്ന് ഞങ്ങൾ പോക്കിയതാണ്. ഞാൻ മാത്രമല്ല കേട്ടാ, എന്റെ ഫുൾ ടീം ഫുൾ ടീം. നിങ്ങളിപ്പോ ഒരാൾക്ക് ഇതിന്റെ ക്രെഡിറ്റ് തരാൻ പറ്റില്ല. നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് തന്നെയാണ് സുഭാഷിനെ രക്ഷിച്ചത്. അതില് എനിക്ക് തോന്നുന്നു സലിംകുമാറിന്റെ മകൻ അല്ലെ ചന്തു ചെയ്ത റോള്, അത് നമ്മളെ സിനിമ കാണുമ്പോ തന്നെ ഇത് കുറച്ചൊരു ഒരു കിളി പോയിട്ടുണ്ടോ കുറച്ച് എക്സ്ട്രീം ആണ്. ദേഷ്യമാണെങ്കിൽ അതിന്റെ എക്സ്ട്രീം, സൈലൻസ് ആണെങ്കിൽ അതിന്റെ എക്സ്ട്രീം, അങ്ങനത്തെ ഒരാളാണ്. ശരിക്കും റിയൽ അങ്ങനെ തന്നെയാണ് ചേട്ടൻ. ശരിക്കും ഞാൻ ഇങ്ങനെ തന്നെയാണ്, അതിലൊരു വ്യത്യാസമൊന്നുമില്ല. അന്നും ഇന്നും ഈ സംഭവം നടന്നിട്ട് പിടിച്ചുകൊണ്ട് പോയതൊക്കെ സത്യം. അത് സിജാരെ പിടിച്ചുകൊണ്ട് പോയതാണ്. അത് അവർക്ക് പേടിയുണ്ടായിരുന്നു. ഒന്നുകിലും എടുത്ത് ചാടുമായിരിക്കും കുഴിയിലേക്ക്. അതുകൊണ്ടായിരിക്കും അവരെന്നെ പിടിച്ച് അങ്ങോട്ട് പൊളിക്കൊണ്ടുപോയത്. നമുക്ക് തോന്നും അതിന്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോ ഇനി എടുത്ത് ചാടും. അതെ, ഇവന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഇവൻ ആകെ പേടിച്ച് വിറച്ച്, എന്നിട്ട് അവനെ കൊണ്ട് ഞാൻ മരത്തിന്റെ ചോട്ടി കൊണ്ടാക്കിയിട്ട് മരം ചുറ്റും കറങ്ങിയിട്ട് സുഭാഷേ എന്ന് പറഞ്ഞ് നടക്കണേ മഴയത്ത് സുഭാഷ് പോയി. അത് വീണപ്പോ നേരെ തൊട്ട് പറയണ്ടായിരുന്ന അഭിലാഷാണ്. ആദ്യം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ അവൻ ആ പെട്ടെന്ന് ആ പോക്കിൽ കണ്ടപ്പോ തന്നെ അവൻ ആ പെട്ടെന്ന് ഒരു ഷോക്കായി പോയി. അതാണ് സംഭവിച്ചത്. അപ്പൊ നിങ്ങൾ ശരിക്കും വടം വലിക്കുന്ന അപ്പൊ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് ശരിക്കും അപ്പൊ പറഞ്ഞായിരുന്നോ? അതെ, അത് പറയണ്ട. ഓ, അതിപ്പോഴും സസ്പെൻസ് ആണ്. അങ്ങനെ പറഞ്ഞോ ഇല്ലയോന്ന് അറിയില്ല. ഇല്ല, ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. ഓക്കെ, എന്നാ പിന്നെ കുഴപ്പമില്ല. പിന്നെ അപ്പൊ ഇനി ബാക്കിയുള്ളവരെയും കൂടി നമുക്ക് പരിചയപ്പെടുത്താൻ തോന്നുന്നു. ഇവരാദ്യം വന്ന് പറഞ്ഞു ഇങ്ങനെ സുഭാഷ് കുഴിയിൽ വീണു അല്ലെ? ആ സമയത്ത് ഇത്രയും വലിയ കുഴിയാണെന്നോ അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു. ഒന്നും ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഈ ഗുണാക്കേവെന്ന് അല്ലാതെ ഇന്നത്തെ ഇത്ര വലിയ കുഴിയുണ്ട് 13 പേര് പോയിന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇവര് സുഭാഷ് ഇങ്ങനെ ചെറിയ കളിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് ഇവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ച ആദ്യം അതാണെന്ന് വിചാരിച്ച്, അപ്പൊ അതാണെന്ന് ചോദിച്ച് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സംഭവം ശരിയാണെന്ന് പറഞ്ഞ്. ഇങ്ങനെയാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തയ്യാറെടുത്ത് പോയത് തന്നെ. ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ പോലീസിന്റെ അടി അടി കിട്ടി. അതാണ് നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ വിഷമം പോയത്. ഇപ്പൊ നമ്മള് ഈ അടി കിട്ടിയാലല്ല, ഈ അവര് നമ്മള് കൊണ്ടുപോയി കുഴി ചാടിച്ച് പോവാൻ പാടില്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മൾ കയറി ചെന്നത്. അതാണ് അവർക്ക് കൂടുതൽ അരിച്ചു പോയത്. അവർക്ക് ഏറ്റവും കൂടുതൽ ഇതായത് അതാണ്. കുറെ ഞങ്ങളെ പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾ തന്നെ കൊന്നതാണെന്ന് പറഞ്ഞു. അവനെ കുഴിയിലിട്ടത് നിങ്ങൾ തന്നെയാണ്, അവിടെ നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ്റൂല, നിങ്ങളൊക്കെ ഇവിടെ പിടിച്ചിടും, മറ്റേ ഒരുപാട് അങ്ങനെ കുറെ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. എന്റെ പേര് സദു, സുമേഷ് എന്നാണ് ശരിക്കും പേര്, സദു എന്നാണ് ഇവർ വിളിക്കുന്നത്. എനിക്ക് പകരമാണ് ശരിക്കും സുഭാഷ് ട്രിപ്പിന് പോയത്. അപ്പൊ അവിടെ നിന്ന് എനിക്കന്ന് ലീവ് കിട്ടിയില്ല പോകാനായിട്ട്. അപ്പൊ ഈ സംഭവം കഴിഞ്ഞിട്ട് ഇവരവിടെ നിന്ന് ആദ്യം വിളിച്ചു പറയുന്നത് തന്നെയാണ്. കാരണം ഇവർക്ക് നാട്ടില് ആരതും പറയരുത്, ആരും അറിയിക്കരുതെന്നുള്ളൊരു തീരുമാനത്തില്. അപ്പൊ രാവിലെ ഇവർ എത്തുമ്പോൾ ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം, പിന്നെ വീട്ടുകാരൊന്നും അറിയാതെ നോക്കണം. അന്ന് ന്യൂസ് ചാനലിലൊക്കെ, തമിഴ് ന്യൂസ് ചാനലിലൊക്കെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ ആരെങ്കിലൊക്കെ തമിഴ് TV ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് ആരും അറിയിക്കരുത്. അങ്ങനെ രാവിലെ ഇവര് വരുമ്പോഴത്തേക്കും നമ്മൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളാണ്. സാവിച്ചേട്ടന് വലിയൊരു ക്ലാപ്പ് കൊടുക്കണ്ട. ഞങ്ങൾ അവിടുന്ന് പൈസ ഒന്നുമില്ല, ഡീസൽ അടിക്കാനുള്ള പൈസ ആയിട്ട് വന്നത്. സാവിച്ചേട്ടനാണ് ഇവിടെ ആരറിയിക്കാതെ പുള്ളിയാണ് ഇവിടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തും. അതിന് സാവിച്ചേട്ടന് വലിയൊരു താങ്ക്സ്. എനിക്കാണെങ്കിൽ ഇവർക്ക് 10 പേർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും ആശ്വസിപ്പിക്കാം. എനിക്കാണെങ്കിൽ ഇത് ആരതും പറയാനും പറ്റില്ല, പറയാൻ പറ്റില്ല. എനിക്ക് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇവര് രാവിലെ ഒരു 6 മണിയാകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞത്. ഞാൻ രാത്രി ഒരു 3 മണിയാകുമ്പോൾ തന്നെ എഴുന്നേറ്റ് ഹോസ്പിറ്റലിന്റെ വാതൊക്കെ വന്ന് ഇവരെ നോക്കി നിൽക്കുകയാണ്. ഇവരെ നേരിട്ട് കാണുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം കിട്ടുന്നത്. അന്ന് ഈ മൊബൈലും ഇതൊന്നും ഇല്ല. അവിടുന്ന് ബൂത്തിൽ നിന്ന് വിളിച്ച് പറഞ്ഞാണ് വരും എന്നുള്ളത്. അങ്ങനെ വന്നിരിക്കണം. ഒരാളുടെ അടുത്തും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ രാവിലെ ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടാണ് പറയുന്നത് ഇങ്ങനെ സുഭാഷ് വെള്ളത്തിൽ തെന്നി വീണെന്ന് എന്നാണ് പറയുന്നത്. ഇത് എന്റെ ബ്രദറാണ്. അപ്പൊ
പുള്ളിയാണ് എന്നെ വിളിച്ച് പറഞ്ഞു. സുഭാഷ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ചേട്ടൻ സിനിമയിൽ അരുൺ കുര്യനാണ് ക്യാരക്ടർ ചെയ്തത്. ഇവിടെ ഹോസ്പിറ്റലിൽ അസ് ചെയ്തിട്ട് ഞങ്ങൾ പറഞ്ഞു സുഭാഷ് ജസ്റ്റ് ഒരു പാറയുടെ മേളിൽ നിന്ന് തെന്നി വീണെന്ന് മാത്രമേ പറഞ്ഞോളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ അന്ന് വേറെ ഞങ്ങളെല്ലാരും അന്ന് അവിടെ നിന്ന് തീരുമാനിച്ചു പോകുന്നതാണ് ഈ ഒരു സംഭവം പുറത്ത് ആരുടെ പറയരുത്, പുറത്താരും അറിയരുത്. കാരണം അന്നത്തെ ഒരു പ്രായത്തിന്റെ ഇതിൽ ഞങ്ങൾക്ക് വേറെ ടൂർ പോകാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം വീട്ടുകാർക്ക് ഒരു ടെൻഷൻ അടിക്കണമെന്ന് വെച്ചിട്ട്. പക്ഷെ ഇത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഒരു 1.5 മാസം കഴിഞ്ഞിട്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു പേപ്പർ കട്ടിങ് കണ്ടിട്ട് ഇവിടെ നിന്നുള്ള മഞ്ഞുമലുള്ള ഒരാൾ ഇവിടെ അച്ഛനെ വിളിച്ചു പറഞ്ഞ് ഈ പള്ളിയിൽ നിന്ന് അച്ഛനാണ്. നമുക്ക് ഈ പുറകിൽ കാണുന്നതാണ് മഞ്ഞുമൽ പള്ളി. ഇവിടുത്തെ അച്ഛനാണ് മണിയടിച്ച് എല്ലാരും വിളിച്ച് പറഞ്ഞു. ഈ പള്ളി തന്നെയാണ്. അതെ. ഇപ്പൊ പള്ളിയിൽ പണി നടക്കുന്നവരാണ് ഇങ്ങനെ മറന്നിട്ടിരിക്കുന്നത്. അതെ, അന്ന് എന്റെ ഒരു കസിനാണ് പള്ളിയിൽ വന്ന് പറഞ്ഞത്. റജി മോഹൻ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് അന്ന് പള്ളിയിലൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പുള്ളി അന്ന് കുറെ സഹായിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ഓടി ഇറന്നായിരുന്നു. അന്ന് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. റജിമോൻ ചേട്ടനൊരു താങ്ക്സ് പറഞ്ഞു. റജിമോൻ ചേട്ടന് ഈ സമയത്ത് ഞങ്ങൾ എല്ലാവരുടെയും ഒരു താങ്ക്സ്. പുള്ളി അത് അന്ന് വിളിച്ച് ചോദിച്ചില്ലെങ്കിൽ ഇവിടെ നാട്ടുകാരും അറിയില്ല. ഞങ്ങൾ ഈ 11 പേര് മാത്രം 12 പേര് മാത്രമേ ഒതുങ്ങിപ്പോയാൽ. ഇപ്പോഴും ആ ഒരു ഫിലിം ഇതിനെ കുറിച്ച് ഒന്നും ഒരു മനുഷ്യനും അറിയുമില്ല. ഇത് ഇതേപോലെ തന്നെ. എങ്ങനെയാണ് ഈ ചിദംബരം നിങ്ങളെ ബന്ധപ്പെടുന്നത്? എങ്ങനെയാണ് സിനിമയാക്കാൻ വേണ്ടിയിട്ടൊക്കെ പുള്ളി നിങ്ങളെ ആരെയാ ബന്ധപ്പെട്ടത്? നമ്മുടെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് റോൺഷി എന്ന് പറഞ്ഞ്, നമ്മുടെ ഇവിടെ മഞ്ഞുമേ തന്നെയുള്ളേ. പുള്ളിയുടെ കൂട്ടുകാരനാണ് ഷോൺ എന്ന് പറഞ്ഞ് ഇതിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ ഞങ്ങൾ ഇതേപോലെ ഇതിനു മുമ്പ് തന്നെ 2-3 പേര് ഇതിനെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ആ സിനിമ. അപ്പൊ ഒരു പുള്ളി ഇങ്ങനെ ഇടക്കിടക്ക് വരും. പുള്ളി അപ്പൊ ഇവൻ വന്ന് റോൺ ഷോ എന്ന് പറഞ്ഞ് നല്ലൊരു പാർട്ടി, നല്ലൊരു സിനിമ എടുക്കാനുള്ള ആൾ വന്നിട്ടുണ്ട്. ഷോൺ പ്രൊഡ്യൂസറാണ്, ഈ സൗബികയുടെ ഒപ്പ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് എന്നാ കുഴപ്പമില്ല നമുക്ക് വിളിക്കാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ ചിതുവും ഗണുവും കൂടി, ഗണുവും പിന്നെ രണ്ടുപേരും കൂടി വന്നിട്ട് ഞങ്ങളുടെ പതുക്കെ അവര് ഒന്ന് വന്ന് പിന്നെ പിറ്റത്താഴ്ച വന്ന് അങ്ങനെ ഇടക്കിടക്ക് വരും. പിന്നെ ഞങ്ങളെ ഇന്റർവ്യൂകള് ഡോക്യുമെന്റ് ആക്കിയിട്ട് അവരെടുത്ത് പിന്നെ മൊത്തം പിന്നെ സിനിമാക്കാർ വരവായി. ഞാനൊരു ദിവസം പെരുന്നാളിന്റെ ഇടയിൽ മഞ്ഞുപ്പള്ളി പെരുന്നാളാണ്. അപ്പൊ ഞാനൊരു ചേട്ടന്റെ വീട്ടിലിരിക്കുമ്പോ ചിത്തു വിളിച്ചിട്ട് പറഞ്ഞു, സിക്സാ ശ്രീനാർ ബാസി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ശ്രീനാർ ബാസിയാ അവ എന്റെ വീടിന്റെ മുറ്റത്തേക്കുന്നു ബാസി. വാ കേറ് സിക്സിൻ ചേട്ടാ കേറ് വാ. അപ്പൊ ഭയങ്കര എനിക്കൊക്കെ സത്യം പറഞ്ഞ സിനിമക്കാരൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഭയങ്കര സന്തോഷമായി പോയി. അതേപോലെ എല്ലാവരും ഫുൾ നിങ്ങളുടെ ജീവിതം മാത്രമല്ല ഇവര് ഫുൾ പഠിക്കാൻ വേണ്ടിയാണ് അവര് അവിടെ വന്നത്. അവര് ഫുൾ ടൈം വന്ന് ആണ് വേറെ ഇതിലൊന്നും എടുത്തിട്ടില്ല. സിനിമയില് ഞങ്ങളെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതാണ് ഈ സിനിമ ഇത്രക്ക് ആണ്. അവര് ഭയങ്കര ഇത് ഹൈ പവർ മറ്റേ ഭയങ്കര മെയിൻ നടനെ കുറിച്ച് ഭയങ്കര കൂടുതൽ എടുത്തെങ്കിൽ ഇത് ഇത്രക്ക് ആവൂലായിരുന്നു. ഇത് സാധാ ആ ഒരു ലെവലിൽ എടുത്തായിരുന്നു. അതിന് ചിതു ബിഗ് ഹാൻഡ് ബാഡി. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം ഒബ്സർവ് ചെയ്ത് അല്ലേ നിങ്ങള് ഫോട്ടോസ് ഒക്കെ റിസർച്ച് ചെയ്ത്. അതെന്ന് വെച്ചാൽ ഞാൻ ആ സമയത്തില്ല. ഞാൻ അഭിരാം രാധാകൃഷ്ണൻ ചെയ്തത്. അപ്പൊ ഞാൻ ആ സമയത്ത് ഇല്ല ഇവിടെ. ഞാനത് ഖത്തറിലാണ്. എന്നിട്ട് ചിതു എന്നെ 2-3 പ്രാവശ്യം വീഡിയോ കോൾ ചെയ്ത് എന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് എല്ലാ ഇവര് പറഞ്ഞു തന്നെ പറയാനുള്ളു. പക്ഷെ പുള്ളി അത് എന്റെ ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കാനായി 2-3 പ്രാവശ്യം എനിക്ക് വീഡിയോ കോൾ ചെയ്തു. അതൊക്കെ സംസാരിച്ചു. പിന്നെ ബാക്കി പരിപാടികളൊന്നും ഞാൻ കിട്ടിയിട്ടില്ല. കാരണം പ്രവാസിയാണല്ലോ. അപ്പൊ ഞാൻ എനിക്ക് എന്നിട്ട് ഈ ലീവ് കിട്ടാനിട്ട് അവിടെ നിന്ന് ഞാൻ കൈയും കാലൊക്കെ പിടിച്ചു ഒരു 14 ദിവസം ഒപ്പിച്ച് ഓടിപ്പോന്നാണ്. തിങ്കളാഴ്ച പോകും. എന്തായാലും നിങ്ങളുടെ ഈ ഒരു 14 ദിവസത്തെ യാത്ര വലിയൊരു യാത്രയല്ലേ? നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു യാത്ര തന്നെയായി. ഇവന്റെ മാനറസങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവന് സിനിമ കണ്ടപ്പോ അവന് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു അത് എങ്ങനെ കറക്റ്റ് ആയിട്ട് അത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇത്ര നാളുണ്ടായിരുന്നല്ലോ. അപ്പന്മാർക്കും അറിയാലോ കാര്യങ്ങള് നമ്മുടെ എല്ലാവരും. അതാണ് നേരത്തെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബോണ്ടിങ് ചോദിച്ചില്ലേ. അപ്പൊ നമ്മള് ചിലപ്പോ ഓർമ്മ വെച്ച കാലം തുടങ്ങി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് കാണുകയാണ്. അപ്പൊ ഓരോരുത്തരുടെ മാനേജർ എന്താണ്, അവനൊരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും ആക്ഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ പ്രതികരിക്കാന്നൊക്കെ ഈ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പൊ ഒരാളെ കുറിച്ച് നമ്മൾ 11 പേരാണ് പറഞ്ഞു കൊടുക്കുക. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാലേ ക്രിക്കറ്റ് കളിക്കാൻ പോകും. അപ്പൊ ഞാനിങ്ങനെ എന്റെ മാനേജറും അഭിരാം എന്താ കാണിക്കണേന്ന് ഇങ്ങനെ ഫിലിം കണ്ടിട്ട് നോക്കുമ്പോ ഒരു സോങ്ങില് പുള്ളി ബോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനത് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നവന്മാര്. അതാണ് പറഞ്ഞത്. ഇത് എല്ലാം നമ്മളെ മാനേജേഴ്സ് എല്ലാം ഇവന്മാര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത്
അതിന്റെയൊക്കെയാണ് ഈ ഫിലിം ഇത്രയും വിജയമാകാൻ കാരണം. എനിക്ക് ഗണപതി ചെയ്ത ക്യാരക്ടർ അത് ഗണപതി കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു തോന്നുന്നില്ലേ? ചില കാറിലിരിക്കണ ചില ഇതൊക്കെ ഷോട്ട് എന്താ ഞാൻ തന്നെ കിട്ടിപ്പോയി. ഏറ്റവും സാമ്യം തോന്നിയത് ഏതെന്ന് അറിയാമോ? ആ പാട്ട് സീനില് കോളേജില് ഏറ്റവും സാമ്യം തോന്നിയത്. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങള് പൂജയ്ക്ക് വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോണ്ടല്ല അതിന്റെ ഫസ്റ്റ് പോസ്റ്റർ കാണുന്നത് എന്താണ്, ഞങ്ങൾ മരത്തിൽ കയറിയിരിക്കണ ആ പോസ്റ്ററാണ് ആ കാണുന്നത്. ഞങ്ങൾക്ക് ഇടുങ്ങിപ്പോയി. ഏറ്റവും വലിയ കാര്യം പറയട്ടെ, ഞങ്ങൾ അന്നിട്ടുണ്ടോ ഷർട്ടൊക്കെ തന്നെയാണ് അവര് രണ്ടാമത് അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തേക്കുന്നത്. റെഡ് ആ നെഞ്ചത്തെ 3 സ്റ്റാറുള്ളത് ഞാനിട്ടേക്കണ ടീഷർട്ടാണ് പലരുടെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമയം കഴിഞ്ഞ് നിങ്ങൾ ആശുപത്രിയൊക്കെ വിട്ടിട്ട് ചേട്ടൻ ഉറങ്ങാനൊക്കെ കുറെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ആ കണ്ണടച്ച സമയത്തൊക്കെ. അതെനിക്കെന്നല്ല, ആ അപകടം ലോകത്ത് ആർക്കും പറ്റിയാലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത്രയും വലിയൊരു സംഭവം പറ്റിയിട്ട് നാളെടുത്തു അതൊന്നും റിക്കവർ 5-6 മാസം എടുത്തു. അല്ല ഇവനാൽ മാത്രമല്ല ഞങ്ങളും ഉറങ്ങിയിട്ടില്ല. നിങ്ങൾക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നീട് ഈ പേടിപ്പെടുത്തുന്ന കഥകൾ നമ്മൾ ഇത്രയും വലിയ സംഭവം എന്നൊക്കെ കേൾക്കുമ്പോൾ അത് മനസ്സിന് നമുക്ക് സംഭവം. പിന്നെ ഈ ട്രോമ എന്നൊക്കെ ഞാൻ അടുത്ത കാലത്താണ്ട് കേൾക്കാൻ തുടങ്ങിയത്. അത് നമുക്കറിയില്ല. ട്രോമയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ശരിക്കും ഇവൻ കുഴി പോയില്ലേ? കുഴി പോയത് ഞങ്ങളും ഒരു വേറെ ലോകത്ത് തന്നെയാണ്. കാരണം നമുക്ക് ഞങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ എന്തുണ്ടെന്ന് നമുക്ക് ഒരു റിലേ ഇല്ല. ആ സമയത്ത് ഇങ്ങനെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരേ മൈൻഡായിരുന്നു തോന്നുന്നു, എന്തും ചെയ്യാന്നുള്ളൊരു മൈൻഡ്. നമ്മളിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മിപ്പോ ഒരു സ്ഥലത്തെന്ന് പറയണേ നമ്മുടെ കൂട്ടുകാരൻ കുഴി പോയി, അവര് പോയാ എന്നാ പോവണ്ട, അവൻ മരിച്ചുപോയി. എവിടെ ചെന്നാലും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കണേ. ഇവന്റെ സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയത്. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ അടിയും കിട്ടി എല്ലാം കഴിഞ്ഞ പോലീസുകാരൻ പറയണേ അവൻ അങ്ങോട്ട് പോയി മരിച്ചു പോയേക്കണേ, ഇനി എടുക്കാൻ പറ്റൂല. ഞങ്ങൾ സാറേ അവൻ അവിടെ സൗണ്ട് ഉണ്ട്, ഞങ്ങൾ വിളിച്ചിട്ടാ വന്നത്. ഇല്ല മരിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഒരാളാണ് വന്നത്. ഞങ്ങൾ പുള്ളി വന്നൊഴിക്കാണെങ്കിൽ സിനിമയെ കാണിക്കാനുണ്ട് കുറച്ച് സീൻ, അതിനെക്കാട്ടും വലുതായിരുന്നു. നമ്മൾ ഇതിനെ കുറിച്ച് തർക്കി പറയേണ്ട കാര്യമില്ല. അവളെ വന്നിട്ട് പുള്ളി ഇവന്റെ ശബ്ദം കേട്ടിട്ടാണ് പുള്ളി പിന്നെ പൊക്കോട്ട് പോയിട്ട് പുള്ളി ഫോൺ ചെയ്തിട്ട് ഫയർഫോഴ്സ് എന്തോരം ടൈമാന്ന് പറയാമോ. അപ്പൊ ഞങ്ങൾ ഈ അങ്ങാട്ടും ഇങ്ങാട്ടും കരച്ചിലും സംസാരമൊക്കെ കുറച്ചുള്ളൂ. ഭയങ്കര കരച്ചില്ല. നോക്കുമ്പോ അങ്ങാട്ടും എല്ലാരും അങ്ങാട്ടും കരഞ്ഞോണ്ടിരിക്കണേ. അപ്പൊ നമ്മളൊരു ജീവൻ അവിടെ കിടക്കണേ. അതിനനുസരിച്ച് ഇവരുടെ എല്ലാരും വന്നിട്ട് അതിൽ പോയി കഴിഞ്ഞാൽ പോയി, ഇനി പിന്നെ അങ്ങോട്ട് പോകണ്ടെന്ന് പറയണം. പക്ഷെ ഞങ്ങൾ ഒറ്റൊരുമയുടെ എല്ലാരും ആ ഒരു നിന്നേക്കണ അറിവ് സുഭാഷിനൊക്കെ പൊക്കിയത്. എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ കാണിക്കുന്ന പോലെ ആ ഒരു ഒരു കട നടത്തുന്ന ആ ചേട്ടൻ ആ ടീ ഷോപ്പ് അവരൊക്കെ ശരിക്കും വന്ന് അവരൊക്കെ നിർത്തിയതല്ലേ? അവരൊക്കെ ശരിക്കും വന്നു. ഇവിടുത്തെ ലോക്കൽ പീപ്പിൾ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വല്ലാത്തൊരു ഒരു അനുഭവം തന്നെയാണ് നിങ്ങളുടെ ജീവിതം. അത് സിനിമയിൽ എത്തിയപ്പോൾ പോലും പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്തു. അതിനിടയ്ക്ക് ചില വിവാദങ്ങളൊക്കെ അടിക്കടിയൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അതിലൊന്നും ഇവര് ആദ്യമേ പറഞ്ഞു വിവാദങ്ങൾക്കൊന്നും ഞങ്ങൾ മറുപടി ഇല്ല. ഇപ്പോഴുള്ള അവരുടെ ഒരു സന്തോഷം എനിക്ക് തോന്നുന്നു ആ കൊടൈക്കനാൽ ട്രിപ്പിന് ശേഷം നിങ്ങൾ ഒരുപാട് ട്രിപ്പ് പോയിട്ടില്ലേ? അതിനുശേഷം കൊടൈക്കനാലിൽ വീണ്ടും പോയത് ഈ അടുത്തിടയ്ക്കാന്ന് തോന്നുന്നു. ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഫുൾ ടീമായിട്ട് പോയത് കഴിഞ്ഞ ഞായറാഴ്ച. അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അനുഭവം? ഒരു അടിവയറ്റിന്നൊരു തീയൊക്കെ വന്നോ? പിന്നെ ആ നാട്ടിൽ ചെന്നപ്പോ തമിഴ്നാട്ടിലുള്ള അവിടെയുള്ള ആൾക്കാരുടെ സ്നേഹം കാണണം. കണ്ണ് നിറഞ്ഞുപോയി. താഴ്ച നിർത്തിയിട്ടില്ല അവര് ഞങ്ങളാ. അവരിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കണായിരുന്നു. ഞങ്ങൾക്കൊരു 6 ബോഡി ഗാർഡ്, 2 പോലീസുകാർ, 2 ഫോറസ്റ്റുകാർ ഇത്രയൊക്കെ ഉണ്ടായ ആൾക്ക്. പക്ഷെ സെക്യൂരിറ്റി ആയിട്ട് ഇത്ര ഉണ്ടായിരുന്നു. എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. അവിടെ ആൾക്കാർ കൂടിയിട്ട് 10,000-1500 ആൾക്കാർ, അത്ര വണ്ടികൾ. ഫോട്ടോ കൊടുത്തിട്ട് ഒരു സ്ഥലത്തേക്ക് ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. അവര് വലിച്ചു കൊണ്ടുപോയി. സ്നേഹം കൊണ്ടാണത്. നമ്മ എവിടെ നിർത്തിയാലും ഒരു മലയാള സിനിമ ഇറങ്ങിയതിന്റെ പുറത്ത് തമിഴ്നാട്ടിൽ പോയിട്ട് അതിനകത്ത് അഭിനയിച്ച ആൾക്കാരല്ല, അതിൽ റിയലിൽ അത് നിന്ന ആൾക്കാർ അവിടെ ഇറങ്ങിയിട്ട് അവിടെ തിരിച്ചറിയുന്നു. തമിഴ്നാട്ടില് ഒരു സിനിമയുടെയും പോസ്റ്റർ ഞങ്ങൾ കൊടൈക്കനാലിൽ വന്നിട്ട് കണ്ടില്ല. മഞ്ഞുമൽ ബോയ്സിന്റെ പോസ്റ്റർ മാത്രമുള്ളൂ അവിടെ നിറച്ച്. ചായക്കടകൾ കച്ചവടം നടത്തുന്നത് മഞ്ഞുൽ ബോയ്സിന്റെ മറ്റേ ഫ്ലെക്സ് വെച്ചിട്ടാണ് അവിടെ കച്ചവടം നടത്തുന്നത്. എന്ത് മാറ്റങ്ങളാണുള്ളത് അല്ലേ? അവിടുത്തെ അമ്മമാരൊക്കെ വന്ന് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടൊക്കെ പോയത്. കച്ചവടക്കാർക്ക് ഞങ്ങളെ കണ്ടപ്പോ അതിലും വലിയ സ്നേഹം. ഒരു 100 പേരൊക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പൊ 1000-കണക്കിന് ആൾക്കാരാ വന്നത്. കൊടൈക്കനാൽ ആൾക്കാരുടെ സന്ദർശനത്തിന് എണ്ണത്തിലും വർധനവ്. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, ബ്ലോക്കാണ് അങ്ങോട്ട് പോവാൻ. ഞായറാഴ്ച ദിവസം ഒരിക്കലും പോകരുത്. എനിക്കൊന്ന് കൊടൈക്കനാൽ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് വന്ന കൊടൈക്കനാൽ എന്നായിരിക്കും ഇപ്പൊ അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു.
ഒരു ലാസ്റ്റ് ഒരു ചോദ്യം, നിങ്ങൾക്ക് കുറെ തിരക്കുണ്ടെന്ന് അറിയാൻ എനിക്ക് ഒരു ചോദ്യം കൂടി. നിങ്ങൾ ഒരുപാട് അടുത്ത് യാത്ര പോയി. നിങ്ങൾ എനിക്കൊന്ന് ഗോവയിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പോയായിരുന്നോ? കാശില്ലാത്ത കാരണം പോയില്ല. പിന്നെ കൊടൈക്കനാല് പോയി, അങ്ങനെ പലയിടത്തും ട്രിപ്പ് പോയി. ഇനി മഞ്ഞുമല്ലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് മഞ്ഞുമല്ല് വന്നാൽ എന്തായിരിക്കും അവർക്ക് കാണിച്ചു കൊടുക്കുക? മഞ്ഞുമല്ല് ബോയ്സിനെന്ന് പറയരുത്. നിൽക്കൂട്ടോ. ഓൾവേസ് ആര് വന്നാലും ഓൾവേസ് വെൽക്കം ടു മഞ്ഞുമ്മൽ. പിന്നെ ഇവിടെ കാണിക്കാന്നുള്ളത് നമ്മുടെ പള്ളിയുണ്ട്, ധ്യാനകേന്ദ്രമുണ്ട്, സുബ്രഹ്മണ്യന്റെ കൃഷ്ണന്റെ അമ്പലമുണ്ട്, പുഴയുണ്ട്, പെരിയാറുണ്ട്, പിന്നെ FACT ഉണ്ട്, ഒരുപാട് ഫാക്ടറികളുണ്ട് കാണാൻ. എന്തായാലും ഒരു മെയിൻ സാധനം കൂടി ഉണ്ട്. പണ്ട് ടിപ്പു സുൽത്താൻ ഒളിച്ചു താമസിക്കുന്ന സ്ഥലമുണ്ട്, കോട്ടേക്കുന്ന്. അത് മലയിടിക്കുന്ന സമയത്ത് ടിപ്പു സുൽത്താന്റെ വാളൊക്കെ കിട്ടിയെന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, കോട്ടേക്കുന്ന്. കുന്ന് പ്രതീക്ഷിച്ച് ആരും വരണ്ട, കുന്നൊന്നുമില്ല, കുന്നൊക്കെ നികത്തിപ്പ സാധാരണ പറമ്പായി. അപ്പൊ എന്തായാലും മഞ്ഞുമ്മല് വരുന്ന ആളുകൾക്ക് മഞ്ഞുമ്മൽ ബോയ്സ് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, ഇവരെയും കാണാം, ഇവരോടൊപ്പം സെൽഫി എടുക്കാം. അല്ലെ, സെൽഫി ആണല്ലോ ഇപ്പൊ ട്രെൻഡ്. അതെ, സെൽഫി. അപ്പൊ എന്തായാലും വലിയൊരു ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ഒരു ജീവിതം അത് സിനിമയായപ്പോൾ അത് ലോകമെമ്പാടുമുള്ളവർ ഏറ്റെടുത്തു കഴിഞ്ഞു. അതിന്റെ സന്തോഷത്തിലാണ് മഞ്ഞുമ്മൽ ബോയ്സ് ഈ ടീം. ഒപ്പം ഇത് ഒരാളുടെ ഒരു ഹീറോ എന്നത് പറയാൻ കഴിയില്ല. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സൗഹൃദത്തിന്റെ ഒരു വില എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു സിനിമ കൂടിയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. എന്തായാലും ഇത്രയും നേരം തിരക്കിട്ട ഷൂട്ടിനിടയിലും ഞങ്ങൾക്കൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതില് വളരെ വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു നമുക്ക് ആ പാട്ട് ഒന്ന് പാട്ട് പഠിക്കുക. കാരണം വെച്ചാലേ നമ്മുടെ വീഡിയോസ് താഴെ കുറെ പേര് കമന്റ്, ഇവന്മാർ ഇത്ര ഇന്റർവ്യൂ കൊടുത്തിട്ട് ഇവന്മാർ മര്യാദ പാട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ആ പാട്ട് പാടാണ്ട് നിങ്ങളെ വിടാൻ. മനിതനുണർന്നുക്കുള്ളേ ഇത് മനിതർക്കാതനല്ലേ, അതെയും താണ്ടി പുനിതമാനത്. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി എൻ വീട്ടിൽ സൗഖ്യമാനാനെങ്ക് സൗഖ്യമേ. ഓഹോ ലാ 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 ലാ.